ஒரு டிவினிட்டி இருக்கு இந்த ரூமுக்கு. இந்த கிளிமான் பேலஸுக்கு டோட்டலி வந்து அந்த மாதிரி ஒரு டிவினிட்டி இருக்கு. That is because of the great birth of Rajavarma, Rajavarma. This is his birthplace, and this room, this big room is studio of Rajavarma. He constructed this. This was our 1875. അവർക്കാണ് അവർക്കിരുന്ന് இந்த இடத்திலிருந்து വരക്ക് இந்த പെയിന്റിംഗ് എല്ലാമേ ചെയ്യുന്നതൊക്കെ അവർ കൺസ്ട്രക്ട് ചെയ്ത റൂം. This is constructed by Ravivarma in the year 1875. அந்த கார்னர்லே that corner அந்த இடத்துல அந்த கார்னர்ல இருந்த அந்த விசில் அந்த அது வச்சு நிறைய சித்திரங்கள் இந்த வச்சு between 100 and 150 paintings he painted here, you know. And the Ravivarma, our last moments, death also happened here. 1906 October 2nd അവർ இந்த இடത്തിൽ അവർ നമ്മെ വിട്ടു പോയത്. അപ്പോൾ ഇത് വന്ന് അവരുടെ ജനനം മാത്രമല്ല മരണം അതുകൂടെ இந்த இடത്തില് നടന്നിരിക്കുക. അതുക്കാக ഇത് കൂടുതൽ വടിക്കോളും ഡിവിനിറ്റി ഇരിക്കും. ഇതെല്ലാം അവർക്കൂടെ അവരുടെ ഒരു ബ്ലെസ്സിങ് ഇരിക്കേ. അവർ നിനച്ച് നീങ്ക ഇങ്ങ കണ്ടിന്യൂസ് യു ആർ പ്രേയിങ്. அந்த மாதிரி ஒரு മാനസ ഗുരുവായിട്ട് യു ആർ കീപ്പിംഗ് ഇൻ യുവർ മൈൻഡ്. ദാറ്റ് ഈസ് വൈ ഹി ഈസ് കോളിംഗ് അല്ലേ? அதுக்காக நீங்க இங்க அந்த பேர் எல்லாமே அந்த மாதிரி Ravivarma. பிகாஸ் அது வந்து இதெல்லாம் நம்ம ஃபேமிலி நேம். என்னோட பேரு வந்து ராமவர்மா. பட் இதெல்லாம் நம்ம ட்ரெடிஷனல் பேரு. somebody is இப்ப நம்ம ஃபேமிலிக்கு പുറത്ത് அந்த மாதிரி பேரு വരുമ്പോൾ நம்ம വയറ്റിലെ വായിലേക്ക് വെച്ചതാണ്. ബട്ട് ഇത് வந்து വേറെ ഒരു രീതിയിൽ വേറെ തുടർന്നു. അത് வந்து ഒരു മാനസ ഗുരു അതുക്കാக ഒരു ഡിവോഷൻ മാതിരി അവർ அந்த പേര് ഒരു അത് നല്ലത് രവിവർമ്മ തന്നെ. അതെല്ലാം നമുക്കൂടെ നല്ലത്. അയ്യപ്പൻ അത് എല്ലാവർക്കും ഇടുന്നില്ലേ? കൃഷ്ണൻ എന്ന പേര് എല്ലാവർക്കും ഉണ്ട്, ശിവനുണ്ട്. ഇന്ന് സാക്ഷാത് ശിവനാണെന്ന് വെച്ചാൽ അല്ല, ബട്ട് அந்த പേര് അത് ആ ശിവനോടുള്ള ഡിവോഷൻ, കൃഷ്ണനോടുള്ള ഡിവോഷൻ, ദേവി എന്ന ഗായത്രി அந்த പേര്. ഇത് ഇന്ത്യൻ കൾച്ചർ ഈസ് ലൈക്ക് ദാറ്റ്. ഇഷ്ടദേവതയുടെ പ്രാക്ടീസസ് എല്ലാം നമ്മൾ ചെയ്തു വരുന്നതാണ്. അപ്പൊ നമുക്കതെല്ലാം അത് തെറ്റല്ല. അപ്പൊ അതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അന്തമാതിരി പേരുണ്ട്. രാമവർമ്മ, രവിവർമ്മ, കേരളവർമ്മ, ബോധവർമ്മ, അന്തമാതിരി എല്ലാ ട്രഡീഷണൽ ടൈംസ്, രാജരാജവർമ്മ ഇതെല്ലാം എങ്കിൽ ഇരിക്കേ. ഒരു പുറത്തുള്ള ഒരാള് அந்த ഡിവോഷനുക്കാக நீங்க எல்லாமே பேர். ഇവിടെ തമിഴ് വളരെ വീക്ക് കേട്ടോ. கொஞ்சம் பேசும் തമിഴ് നല്ല தெரியாது. அதுக்காக அதுக்கு நல்லா தமிழ் தெரியும். ஓ அப்படியா? நல்லா இருக்கு. വിദ്യാർത്ഥികൾ തുടങ്ങണം ചിത്രകല. അപ്പൊ ഞാനിത് അവർക്ക് കൊടുക്കും. നീങ്ക സ്റ്റാർട്ട് പണ്ണണം. അവർക്ക് ഒരു തുടങ്ങി കൊടുക്കണം. ഓക്കെ, അവർ കൂടെ ഉണ്ട്. അവരെ നനച്ച് യു സ്റ്റാർട്ട്. ഓക്കെ, സോ ഐ ആം ഗിവിംഗ് ദിസ്. ഓക്കെ, ഇതിൽ വന്ന് പെയിന്റിങ് കുറച്ച് ഇതൊക്കെ ഉണ്ട്. ഇഷ്ടമുള്ള കളറുകളൊക്കെ ഉണ്ട്. എടുത്തോളൂ, പിന്നെ എടുക്കുക. പിന്നെ വീട്ടിൽ പോയിട്ട് കളറുണ്ട്. ഇത് ഓക്കെ, ഇത് ഉപയോഗിച്ചോളൂ. നന്നായി ഇങ്ങോട്ട് വെച്ചാൽ മതി. Interview, our dark
டார்க்லேருந்து லைட்டு, லைட்லேருந்து டார்க். அது இல்லாத இந்த இந்த ஒரு இதில் எல்லாமே இருக்கு. 8லே என்ன இந்த கிராஸ் இருக்குது, இந்த கிராஸ் இருக்குது, இந்த கிராஸ் இருக்குது, இந்த கிராஸ் இது எல்லாமே இருக்கு. ஸோ இதெல்லாம் பண்ணாலே நீ எப்படி எதை பார்த்தாலும் உனக்கு கை ஃப்ரீகாண்ட் வரும். ഇതെല്ലാം ഓരോന്ന് വരച്ച് കൊണ്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 8 ஒன்று ஒரு பேஜ் എല്ലാം വരയ്ക്കാൻ ഫുള്ളായിട്ട് കൈവരി. இதை பார்த்து അങ്ങനെ നോക്കണം. അതെ, ഇതിനെ നോക്കിയിട്ട് ഇത് വരയ്ക്കണം. சரியா? ആദ്യം തൊട്ട് ഇത് തൊട്ട് ஃபர்ஸ்ட் இது என்ன லெட்டர்ஸ் இது? இது என் மானசே குரு. நமக்கு எல்லாமே வந்து ஐயா தான் குரு, ராஜா ரவிவர்மா. ஸோ அதனால எனது மானசே குருநாதர் ராஜா ரவிவர்மா துணை அப்படின்னு சொல்லி மனசுல ஃபுல்லா ப்ரேயர் பண்ணிட்டு அதுக்கப்புறம் ஸ்டார்ட் பண்ணேன். Daily homework. Daily. ചിത്ര ഒരു ഗുരുവിനെ വേണം, പഠിപ്പിക്കണം, ഒരാളെ വേണം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാളെ ഞാൻ ഏർപ്പാടാക്കി തരാം എന്ന് ഞാൻ വോയിസ് മെസ്സേജ് അയച്ചു. പക്ഷെ അത് എന്റെ ഗുരുവാണെന്നുള്ളത് എനിക്ക് ശരിയാണ്. അടിയില് ആദി വർമ്മ, എവിടെയെങ്കിലും ആദി വർമ്മ വന്നില്ല. நேம் வச்சாச்சுங்க, சாமி சொல்லி நேம் வச்சாச்சு. ഇത് അവരുടെ ഒരു സിഗ്നേച്ചർ ഇരിക്കും, ഇതിന്റെ കളർ കോമ്പിനേഷൻ എല്ലാമേ. ഇത് ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷായി. പക്ഷെ അത് ഉള്ളിൽ അതിന് പ്രവേശിക്കാൻ പറ്റില്ല, അദ്ദേഹത്തിന് പ്രവേശിക്കാൻ. പക്ഷെ ഇതിപ്പോൾ വി ആർ പ്രൊട്ടക്ടിങ് ദീസ് ബിൽഡിങ്സ് ഫോർ ദി കമ്മിങ് ജനറേഷൻസ്. അവരുടെ സ്പെഷ്യാലിറ്റി മീൻസ് അവർ പാടുമ്പോൾ 6 കാലത്തിൽ പാടും. 6 കാലം. ആ കാലം മീൻസ് സ്പീഡ്. അത് ഒരു ലൈഫിന്റെ അങ്ങനത്തെ കാലചക്രമല്ല, ഇത് സ്പീഡ്. 1-ാം കാലം അതുകൊണ്ട് 1-ാം സരിഗമ 2 സരിഗമ 3 സരിഗമ പദനി സനി ദ പ ഗരി സ 4-ാം കാലം. ബട്ട് 5-ാം കാലം 6-ാം കാലം ആയിരിക്കും. അത് ரொம்ப സ്പീഡ്. അത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു സിങ്. 4-ാം കാലം വരെയൊക്കെ അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരളവൊക്കെ പാടാം. ബട്ട് ദിസ് ഈസ് വെരി ഫിഫ്ത്ത്. ആ 5-ാം കാലം 6-ാം കാലം അത് അത്ര ഈസി അല്ല. ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. പക്ഷെ അത് ഷക്കാല ഗോന്തന്മാരത് നല്ല പാടും. അപ്പോൾ ത്യാഗരാജസ്വാമികൾ ഇവരുടെ കഴിവ് അവിടെ ചെന്ന് പാടിയപ്പോൾ ത്യാഗരാജസ്വാമികൾക്ക് മനസ്സിലായി, ഓ ഹീസ് ഗ്രേറ്റ്. വെച്ചാൽ ഇന്ത മാതിരി
ഒരു ടാലന്റ് ഇരിക്കെ. അപ്പൊ അവരെന്ത് ചെയ്തു, സ്കാരിയസ് ഫാമിലി ഇവര് റെസ്പെക്ട് ചെയ്തിട്ട് ഒരു കീർത്തനം കമ്പോസ് പണി. ഇറ്റ്സ് വെരി പോപ്പുലർ, എവരിബഡി നോസ് ദാറ്റ് കീർത്തനം. എന്തരോ മഹാനു ഭാവുലു అందరికీ వందనాములు ఎందరో మహాను భావులు అందరికీ వందనాములు ఎందరో మహాను భావులు അന്ത രീതിയിൽ അത് വെച്ചിട്ട് സ്കാരിയസ് ഈ കീർത്തനം രചിച്ചു. അതാണ് വളരെ പ്രശസ്തമായി മാറി പിന്നീട് ശ്രീരാഗത്തിലുള്ള എന്തൊരു മഹാൻ. അപ്പൊ അങ്ങനെ കഴിവുള്ള ഷക്കാല ഗോവിന്ദന്മാരാ അവർ കൂടെ എങ്കിൽ ഇരുന്ന് പാടിയത്. ഇത് இந்த இடம் நாடகசாலை, அந்த ചിത്രശാല മാതിരി ഇത് രവിവർമ്മയ്ക്ക് മുൻപ്, ബിഫോർ ദി ബർത്ത് ഓഫ് രവിവർമ്മ ഇൻ ദ ഏരിയ. அது രവിവർമ്മ കൺസ്ട്രക്ട് പണിയത് 1875. ഇത് அதுக்கு முன்னாடி 1800 ബിഗിനിങ്, 1800 തുടക്കം. അപ്പൊ സ്വാതി തിരുനാൾ എന്ന മഹാരാജ എല്ലാവരും അപ്പൊ അന്ത ടൈമില്, അപ്പൊ രവിവർമ്മയ്ക്ക് മുന്നേ ഉള്ള കാലത്ത് പെരിയ ആർട്ടിസ്റ്റ് ഇങ്ങനെ വന്ന് പാടിയത്. അപ്പൊ ഇതെല്ലാം പഴക്കം കൂടും, ഇതെല്ലാം ബാക്ക് ടു ഹിസ്റ്ററി. 100 years അത് இந்த ഡോർ താണ്ടിയാല് 100 years ബാക്ക് 1700 1700 ഇത് 1800. അത് അന്ത കെട്ടിടം 1900 1904 ആണ് രവിവർമ്മ അത് കൺസ്ട്രക്ഷൻ തുടങ്ങിയത്. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ ഓരോ ഏറയാണ്, ഓരോ കാലഘട്ടമാണ് ഇതെല്ലാം. വേലുത്തമ്പി ദളവയെ തെരിയുമാ? അവരുടെ ലാസ്റ്റ് ജേണി, അവര് ഈ ബ്രിട്ടീഷേഴ്സിന് രക്ഷപ്പെട്ട് കൊട്ടാരം വഴിയാണ് ഈ കൊട്ടാരത്തിലെത്തി. ഇവിടുന്ന് ആഹാരം കഴിച്ചു. അതാണ് ആ ഇടം ഊട്ടുപുര. ഈ ഊട്ടുപുരയിൽ ഇരുന്നിട്ടാണ് വേലുത്തമ്പിയുടെ അത്താഴം. ഇവിടുന്ന് രക്ഷപ്പെട്ടാണ് മണ്ണടി. അറിയാലോ, സ്ഥലമൊക്കെ അറിയാം. ഞാൻ ഇടയ്ക്ക് തമിഴും മലയാളവും ഇംഗ്ലീഷും എല്ലാം മിക്സ് ആണ്. സോറി, കൈൻഡ്ലി. ഇവരെല്ലാമേ തമിഴ്, പെരിയ തമിഴ്, കൊഞ്ചം തമിഴ്, കൊഞ്ചം മലയാളം, കൊഞ്ചം ഇംഗ്ലീഷ്. ഓക്കെ. അപ്പോ വേലുത്തമ്പി ദളവയുടെ അവസാന ആഹാരമൊക്കെ കഴിച്ചിട്ട് അദ്ദേഹം ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ട് മണ്ണടി പോയിട്ട് ജീവിതത്യാഗം ചെയ്യുന്നത്. അപ്പോൾ നിറയെ ഓടിക്കോൾ വലിയ ആൾക്കാർ, അവരുടെയൊക്കെ ഒരു വരവും പോക്കും, അവരുടെ സാന്നിധ്യം, സ്വാതി തിരുനാള്, ഷക്കാല ഗോവിന്ദന്മാരാര്, വേലുത്തമ്പി ദളവ, മാർത്താണ്ഡവർമ്മ ദ കിങ്, അങ്ങ് അവിടുന്ന് തൊട്ട് ഓരോരോ എത്ര പേര്, നിറയെ പേര്. ഇങ്ങ ലാസ്റ്റ് ശ്രീനാരായണ ഗുരുദേവൻ കൂടെ ഇങ്ങ ആൽത്തറ, താഴെയുള്ള ആൽത്തറയിൽ വന്നിട്ടാണ് ഹയർ സ്റ്റഡീസ്, സംസ്കൃതത്തിന്റെ വ്യാകരണവും അല്ലെങ്കിൽ ഉപനിഷത്തുകളുടെ ഒക്കെ കൂടുതൽ പഠനങ്ങൾ പഠിച്ചിരുന്നത് ആൽത്തറയിൽ ഇരുന്നാണ്. അന്നത്തെ ഗുരുദേവന്റെ ഗുരു ഇവിടുത്തെ തമ്പുരാനായിരുന്നു. ഇവിടെ തന്നെ അന്നുണ്ടായിരുന്ന വേറൊരു രവിവർമ്മ തമ്പുരാൻ, മറ്റൊരു രവിവർമ്മ, രാമവർമ്മ, കേരളവർമ്മ, അതെല്ലാം നമ്മുടെ ട്രഡീഷണൽ അങ്ങനെ വരും. ഇത് വേറൊരു രവിവർമ്മ, ചിത്രമെഴുത്ത് തമ്പുരാനല്ല. അതൊക്കെ ശേഷം വേറൊരു രവിവർമ്മ, കംസവധം ആട്ടക്കഥയൊക്കെ എഴുതിയ വേറൊരു തമ്പുരാനുണ്ടായിരുന്നു. ആ രവിവർമ്മ തമ്പുരാനായിരുന്നു. ഈ ചിത്രമെഴുത്ത് തമ്പുരാനല്ല, ഇത് വേറെ. അപ്പൊ ഒരേ പേരിലിരിക്കും. അത് ഞാൻ പ്രത്യേകം അത് പറയുകയാണ്, പെട്ടെന്ന് തെറ്റിപ്പോകരുത്. അപ്പൊ അദ്ദേഹമായിരുന്നു ഗുരുദേവന്റെ ഗുരു. അപ്പൊ ഗുരുദേവൻ ഇവിടെ ഇരുന്ന് പഠിച്ചിരുന്നു. അപ്പൊ എത്ര മഹാനുഭാവന്മാര്, അത് യോഗ്യവര്യന്മാര്, സന്യാസിമാര്, ഇതുപോലെയുള്ള നിറയുള്ള ആർട്ടിസ്റ്റുകൾ, അന്ത ടൈമിൽ നിറയെ ആർട്ടിസ്റ്റുകൾ, പേര് അറിയില്ല, പലരും വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇത് இந்த ടോട്ടൽ ഏരിയ എല്ലാമേ ഒരു ഡിവൈൻ പ്ലേസ്. അതാ മുന്നാടി ഞാൻ ചൊല്ലിയത്. ഇത് രവിവർമ്മ അത് വേറൊരു കാലഘട്ടം, അതൊക്കെ മുന്നാടി. അപ്പോൾ നോട്ട് ഓൺലി രവിവർമ്മ, അതർ ഗ്രേറ്റ് അൻസസ്റ്റേഴ്സ്, അവരുടെ പിന്നെ ഇതുപോലെയുള്ള ഒരുപാട് ആൾക്കാരുടെ വരവ് പോക്കൊക്കെ കൊണ്ട് ഇതൊരു ഡിവൈൻ പ്ലേസ് ആണ്. ഈ ടെമ്പിൾസ്, അമ്പലം, കാവ്, ഇത് എല്ലാം പൂജാ കർമ്മങ്ങളൊക്കെ വി ആർ സ്ട്രിക്ട്ലി ഫോളോയിങ് ദ റിച്വൽസ് ആൻഡ് ദ ട്രഡീഷൻസ് ഈവൻ നൗ. നമ്മളിപ്പോഴും അതൊന്നും കൈവിട്ടിട്ടില്ല, ഒന്നിനും ഒരു തടസ്സം വന്നിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തുടരുകയാണ്, ജനറേഷൻ ബൈ ജനറേഷൻ. അപ്പം അതുകൊണ്ടാണ് ഈ ആംബിയൻസ് ഇപ്പോഴും നിൽക്കുന്നത്. എവിടെയും എപ്പോഴും ഒരു ആചാരം അനുഷ്ഠാനം ഉണ്ടെങ്കിലേ ആ ഏരിയ നിൽക്കുകയുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എവിടെയാണോ ഒരു ഇത്തരം രീതിയിലുള്ള കർമ്മങ്ങൾ, ഒരു പൂജ അല്ലെങ്കിൽ ഒരു ചിട്ട ഇരുന്നാൽ
அந்த இடம் எப்போഴും ഇരിക്കും. ഇല്ലെങ്കിൽ അത് പോയിടും. കിണറുകളുണ്ട്, കുളങ്ങളുണ്ട്, ഓപ്പൺ സ്പേസസ് ഉണ്ട്, സ്കൂൾസ് ഉണ്ട്, അല്ലെങ്കിൽ കെട്ടിടങ്ങൾ തന്നെ ഒരുപാടുണ്ട്. എങ്ങനെ ഒരു ജോയിന്റ് ഫാമിലി സിസ്റ്റം എങ്ങനെ ഇവിടെ നിലനിന്നിരുന്നു വെച്ചാൽ ഈ കെട്ടിട സമുച്ചയങ്ങൾ അങ്ങനെയാണ്. അമ്പലങ്ങൾ, കാവുകൾ, ഒന്നിനും പുറത്തു പോകണ്ട. ലേണിംഗ് മ്യൂസിക് അതിവിടെ, മറ്റേ സാൻസ്ക്രിറ്റ് ലേണിംഗ് ഉണ്ട്, അത് ഇങ്ങനെ തന്നെ. എല്ലാ ഗുരുക്കന്മാരും എല്ലാവരും ഇങ്ങനെ ഇരിക്കേ അന്തക്കാലത്തില്. അപ്പൊ നമ്മ സ്കൂൾ ഇങ്ങനെ ഇപ്പോഴും ഇരിക്കേ, ഇപ്പോഴും ആ സ്കൂള് കൊട്ടാരം സ്കൂള്. ഒന്നും വലിയ മാറ്റങ്ങളോ ഈ കറണ്ട് ലൈറ്റ് മാറ്റങ്ങൾ വെച്ചാൽ കുറച്ച് കറണ്ട് ഇലക്ട്രിസിറ്റി ഒക്കെ വന്നു എന്നല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും ഇപ്പോഴും വന്നിട്ടില്ല. വരുന്നത് നമുക്ക് ഇഷ്ടമല്ല കേട്ടോ. കഴിയുന്നതും ഇത്രയൊക്കെ വേണം. കാലം മാറുമ്പോൾ കുറച്ച് ചേഞ്ചസ് വി നീഡ് അല്ലേ, നമുക്ക് അത് അങ്ങനെ വേണം. പക്ഷെ എന്നാലും കാഴ്ചയിൽ പഴമ പോവാത്ത രീതിയിലാണ്. വി ഹാവ് ടു പ്രൊട്ടക്ട് ദിസ് ഗ്രേറ്റ് ഹെറിറ്റേജ് ഫോർ ദി കമ്മിങ് ജനറേഷൻസ്. അപ്പോൾ അത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളുടെ ട്രസ്റ്റ് ഉണ്ട്, കിളിമാനൂർ പാലസ് ട്രസ്റ്റ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ടീം വർക്ക് ഉണ്ട്, ഞങ്ങളുടെ ഫാമിലി, ഇറ്റ്സ് എ ഫാമിലി ട്രസ്റ്റ്. അപ്പോൾ ആ ഞങ്ങളുടെ ട്രസ്റ്റാണ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവും കൂടെയാണ് ഞാനിവിടെ ജനിച്ചെങ്കിലും ഇതിൻ്റെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ എന്നിൽ ലക്കിലി, ബിക്കോസ് എനിക്കിത് ഇഷ്ടമാണ്. ചിലരിലേക്ക് അത് വന്നു ചേരും അല്ലേ, അതിപ്പോൾ അത് ചില നിയോഗമാണ്. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഞാനിവിടെ ഉള്ളത് കൊണ്ട് എനിക്കത്, ഇവിടുത്തെ ഭരതേതന്മാർ എനിക്കത് അങ്ങനൊരു അവസരം, ഒരു ബ്ലെസ്സിങ് തന്നു. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം അനുഷ്ഠിച്ച് പോകാൻ നമുക്ക് അതിൻ്റെ കൂടെ സഞ്ചരിക്കാൻ പറ്റുന്നു. ചരിത്രത്തിൻ്റെ കാവലാളായിട്ട് ഇങ്ങനെ ജീവിക്കാൻ കഴിയുക. അങ്ങനെയില്ല, എല്ലാവരും ഉണ്ട്. ഞാനും ഇവിടെ ഉള്ളത് കൊണ്ട് നമ്മളും അതിൻ്റെ ഒരു എന്താ പറയാ കണ്ണിയായിട്ട് ഇവിടെ ഉണ്ട്, അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്കിനി അങ്ങോട്ട് പോവാം. ഇത് അമ്പലം, അതെ, അങ്ങോട്ട് പോകുമ്പോ ശ്രീചക്രം. ഇത് ആര് വരച്ചെന്നത് അറിയില്ല, പണ്ടേ ഉള്ളത് ശ്രീചക്രം എന്നുവെച്ചാൽ രവിവർമ്മയ്ക്കൊക്കെ മുൻപ് ഈ കൊട്ടാരം ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ദിസ് വാസ് ദി ഫസ്റ്റ് എൻട്രൻസ്. കൊട്ടാരത്തിന്റെ ആദ്യകാലത്തെ ഇതെച്ചാൽ ആ വലിയ വളച്ചുവാതിൽ ആർച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ല. 1700 വന്ന 1753 കാലഘട്ടത്തിലൊക്കെ നമ്മളിവിടെ വരികയാണെങ്കിൽ, നിങ്ങളെല്ലാം വരികയാണെങ്കിൽ ആ വളച്ചുവാതിൽ കഴിഞ്ഞ് ഇതൊന്നും ഇല്ല. ഇതായിരുന്നു, ദിസ് വാസ് ദി എൻട്രൻസ്. അതുകൊണ്ടാണ് ഇവിടെ ശ്രീചക്രം വന്നത്. മനസ്സിലാവുന്നുണ്ടോ? പൂമുഖപ്പടി എന്ന് പേര് വരാൻ അതുകൊണ്ടാണ് കാരണം. അപ്പൊ ഈ ശ്രീചക്രം എനിക്ക് പൂമുഖപ്പടി, അല്ലെങ്കിൽ പൂമുഖപ്പടി അവിടെയല്ലേ വരേണ്ടത്. എപ്പോഴും ഏറ്റവും ഫ്രണ്ടിലല്ലേ പൂമുഖപ്പടി. പൂമുഖപ്പടി എന്ന് പറയുന്നത് ഫ്രണ്ടിലുള്ള ഒരു ഇതിനെയാണ് പറയുന്നത്, പൂമുഖം അല്ലേ. പക്ഷെ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്തു, അപ്പോഴും ഇതിന്റെ പേര് പൂമുഖപ്പടി എന്ന് വന്നു. ഇവിടെ നാടകശാല പണിത് കഴിപ്പിച്ചു, പഴയ മാളിക പണി കഴിപ്പിച്ചു. രവിവർമ്മയുടെ കാലത്ത് രവിവർമ്മ ചിത്രശാല പണി കഴിപ്പിച്ചു, പുത്തൻ മാളിക പണി കഴിപ്പിച്ചു. ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടായിരുന്നു ഇതിന്റെ ഒരു ഡെവലപ്മെന്റ്. ഇത് നമ്മൾ വീണ്ടും, ഞാൻ നേരത്തെ പറഞ്ഞു, ബാക്ക് ടു ഹിസ്റ്ററി. 100 years ബാക്കിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്നു. 1700കളിലേക്ക് പ്രവേശിക്കുന്നു. ഈ ഡോറ് കടന്നാൽ 1800 നിന്ന് 1700 വരെ. പൂമുഖപ്പടി എന്ന് പറയുന്ന അകത്താണ് പൂമുഖപ്പടിക്കിലേക്ക് പ്രവേശിക്കുമ്പോൾ. അപ്പൊ പണ്ട് കാലത്ത് കൺസേർട്ട് കച്ചേരികൾ അതൊക്കെ നടക്കുമ്പോൾ ഇവിടെ ഇരിക്കും, ഈ ഡോർ അടയ്ക്കും. ഈ ജനലിൽ കൂടെയാണ് സ്ത്രീകളും കുട്ടികളും അവര് പ്രോഗ്രാം കാണുന്നത് ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട്. മനസ്സിലായില്ലേ? അന്നത്തെ കാലം അങ്ങനെയായിരുന്നു. ഇന്ന് അങ്ങനെയൊന്നുമല്ല. അന്ന് രാജഭരണം ഇരുന്ന സമയത്ത് അങ്ങനെ ഒരു ചിട്ട ഇരുന്നത്. അപ്പൊ സ്ത്രീകളും കുട്ടികളും ഇവിടെ ഇരിക്കും, പുരുഷന്മാർ അവിടെ ഇരിക്കുള്ളൂ. ഈ ഡോർ ക്ലോസ് ചെയ്ത് ഇതിലൂടെ ഇങ്ങനെ പ്രോഗ്രാംസ് വായിച്ചു. ഇന്നിപ്പോ അങ്ങനെയൊന്നും ഇല്ല. ഇതെല്ലാം അതിന്റെ, ഇത് ഞങ്ങളുടെ 4 കെട്ട്. അപ്പൊ ഇതൊക്കെ പൂജ, ഇപ്പൊ ഇന്നലെയൊക്കെ പൂജ ഉണ്ടായിരുന്നത് തുറന്നു. ഇത് തുറക്കാന്ന് പറഞ്ഞാൽ ഈ ഡോറുകളെല്ലാം തുറക്കാം. വിശേഷങ്ങൾ വരുമ്പോ അന്ന് പാഠം കാണും. നമ്മളാ അയ്യപ്പനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരും. ഉത്സവ സമയത്ത് ആ ഫൈനലിന്റെ ആറാട്ട് ദിവസം അയ്യപ്പനെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് ആറാട്ട് നടത്തി കുളത്തിൽ ആറാടി കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഞങ്ങൾ ആ അയ്യപ്പനെ എതിരേൽക്കും. ഇവിടെ കൊണ്ടിരുത്തി പ്രത്യേക പൂജകള്, പറയിടല്, ഇതെല്ലാം ഉണ്ട്. അപ്പൊ വർഷത്തിലൊരിക്കൽ അയ്യപ്പൻ കടവുൾ ഉള്ള വരുന്നു. നമ്മളെല്ലാം പാക്കതുക്കാக അവര് ഉള്ള. അപ്പൊ അത് ഒരു വിശ്വാസം, അത് നമ്മ ഒരു ഇമോഷണൽ ലോക്ക് അല്ലേ. ഹരിവരാസനം വിശ്വമോഹനം ഹരിതീശ്വരം ആരാധ്യ പാദുകം
ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. കളമത് സ്മൃതം സുന്ദരാനനം കളഭകോമളം ഗാത്രമോഹനം കളഭകേസരീ വാജിവാഹനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ശരണകീർത്തനം ശക്തമാനസം ഭരണലോലുപം നർത്തലാലസം അരുണഭാസുരം ഭൂതനായകം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ശ്രുതജനപ്രിയം ചിന്തിതപ്രദം ശ്രുതിവിഭൂഷിതം സാധുജീവനം ശ്രുതിമനോഹരം ഗീതലാലസം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ. അയ്യപ്പ സ്വാമിയേ അയ്യപ്പ സ്വാമി ശരണം അയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പോ. ഇത് പാടി അയ്യപ്പനെ അവസാന യാത്രയാക്കും. അത് വലിയൊരു ഇമോഷണൽ ഇതാണ്. മടക്ക വളരെ മുതിർന്ന ആൾക്കാർ, എന്റെ അമ്മയെ പോലുള്ളൊരു കരയും. എന്താ വെച്ചാ അങ്ങനെയാണ്. எந்த இடத்துல கச்சேரி நடக்குமோ அந்த இடத்துல ஒரு கச்சேரி நடந்துச்சு. അതെല്ലാം അത് ഇതിന് ഭാഗമായിട്ട് സംഭവിക്കുന്നത് ആരണമെന്ന് വെച്ചിട്ടല്ല. അത് ഈ കഥ പറഞ്ഞു പോകുമ്പോൾ അത് കണക്ട് ചെയ്ത് അങ്ങ് സംഭവിക്കുന്നത്. പിന്നെ ഈ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ മനസ്സിന്റെ വേവ് ലെങ്തും കൂടെ നമ്മളെ സ്വാധീനിക്കും. അത് വേറൊരു രീതിയിലാണെങ്കിൽ ഒന്നും പറയാൻ മുടിയാതെ, അതായത് ഓക്കെ ലെറ്റ്സ് ഗോ പോവാം, പക്ഷെ അങ്ങനെയാണ്. പക്ഷെ അതല്ല, ചിലത് നമ്മൾ ഹൃദയത്തിൽ നിന്ന് നമ്മൾ പറഞ്ഞു പോകും. അത് കൂടെ സഞ്ചരിക്കുന്നവരുടെ മനസ്സും കൂടെയാണ്. അപ്പൊ നമ്മുടെ മനസ്സേ കൂടെ എല്ലാവരുടെ മനസ്സും കൂടെ നമ്മളോടൊപ്പം ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം ഇതാണ് ഇവിടുത്തെ ഈ ഒരു ആചാരത്തിന്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക വൈകാരികമായ ഒരു തലമാണ് ഞാൻ പറഞ്ഞത്. ഈ ഹരിവരാസനം പലപ്പോഴും ഇവിടെ എല്ലാവരും ഉണ്ട്. അത് പാടാനായിട്ട് എല്ലാ വർഷവും അങ്ങനെ ഒരു ഭാഗ്യം അത് ഞാൻ നിന്ന് എല്ലാവരും കൂടെ ഉണ്ടാവും. അത് പക്ഷേ ലീഡ് ചെയ്ത് പാടാനായിട്ട് ഒരു അവസരം ഈ ഭരതമാര് തന്നിട്ടുണ്ട്. അത് ആ ഉത്സവ സമയത്ത്, ആറാട്ട് സമയത്ത് ഓടി നടക്കുന്നതിനിടയിൽ കൂടെ ഓടി ആ സമയത്ത് അകത്ത് കയറും. തന്ത്രിമാർ പറയും ഇനി ഹരിവരാസനം ആവാം എന്ന് പറയുമ്പോൾ നിന്നങ്ങോട്ട് പാടും. അവിടെ നിന്ന് ഇതുപോലെ നിന്നങ്ങോട്ട് പാടും. ക്യാമറ വെച്ചാലും പാടിയാലും വരച്ചാലും നൃത്തം ചെയ്താലും ഇവിടെ എന്ത് രീതിയിൽ നമ്മൾ കണ്ണു നോക്കിയാലും നമ്മുടെ കാഴ്ചയുണ്ടല്ലോ വളരെ ഹൃദ്യമായിരിക്കും. അത് തരുന്ന റിസൾട്ട് ക്യാമറയ്ക്ക് അതിന്റെ വിഷ്വൽ ബ്യൂട്ടി ആയിരിക്കും. വരയ്ക്കുമ്പോഴും അത് തന്നെ. ഇവിടത്തെ മഴ പെയ്യുന്നതിന് സൗന്ദര്യം, മഴ പെയ്യുമ്പോൾ പല ഭാഗത്തും മഴ ഇങ്ങനെ പെയ്യും. ഇവിടെ നിന്ന് കാണുന്ന മഴയ്ക്കിന്റെ സൗന്ദര്യം അല്ല ചിത്രശാലയുടെ മുമ്പിൽ പെയ്യുന്ന മഴ. മഴയ്ക്ക് പോലും നിറങ്ങളുടെ വൈവിധ്യമുണ്ടെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ മഴ പെയ്യുമ്പോൾ പോലും ഞാൻ ഇതിനകത്ത് എല്ലാം പ്രകൃതി സംഭവിക്കുന്ന ഓരോന്ന്, നിലാവായിക്കോട്ടെ, മഴയായിക്കോട്ടെ, മഞ്ഞായിക്കോട്ടെ, ഇളം വെയിലാവട്ടെ, അസ്തമനമാവട്ടെ, പുലർക്കാലങ്ങളാവട്ടെ, മഞ്ഞ് പെയ്യുന്ന രാവുകളാവട്ടെ, എന്തിനും രവിവർമ്മ ചിത്രങ്ങളുമായിട്ട് ഞാൻ കണക്ട് ചെയ്യും. എല്ലാത്തിലും നിറങ്ങൾ അദ്ദേഹം വരച്ചത് മുഴുവൻ പ്രകൃതി രണ്ടാണ്. അതുകൊണ്ട് അതൊക്കെ ചിലപ്പോ ഇവിടെ ഇരിക്കുമ്പോൾ ഇത് രവിവർമ്മ ചിത്രത്തിൽ എവിടെയാണല്ലോ ആ മേഘം അങ്ങനെ പോകുമ്പോ ഇത് ആ നിലാവത്തിരിക്കുന്ന സുന്ദരി ആ ചിത്രത്തിൽ അതുണ്ട്. അപ്പൊ ഇതെല്ലാം ഇറ്റ്സ് കണക്റ്റഡ്, രവിവർമ്മ മയമാണ്. അപ്പം നിറങ്ങളുടെ കൊട്ടാരം കൂടെയാണ് ഇത്. ഇവിടുത്തെ ഓരോ കാഴ്ചയ്ക്കും പല രാഗങ്ങളിൽ നമ്മൾ പാടുന്ന പോലെ
നിറങ്ങളും ഉണ്ട് ഇവിടെ. അപ്പൊ അത് അങ്ങനെ ഒരു കൊട്ടാരമാണ്. അത് വലിയൊരു പ്രത്യേകത. പിന്നെ നമുക്ക് വേറെ ദിവസം ആവാം. ഇതെല്ലാം നമ്മുടെ അവിടെ ഇവിടെ കിണറുകളുണ്ട്, മൊത്തം കിണറുകളാണ്. ഇവിടെ നോക്കിയാൽ അവിടുന്ന് ഫോക്കസ് ചെയ്തെങ്കിൽ ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് കണ്ടോ ആ കപ്പി കണ്ടോ, തടിക്കപ്പി. ഇത് വന്ന പൂജാരി ഇവിടെ ഇതാണ് ഞങ്ങളുടെ നാലുകെട്ട്. ഇത് ഹോമപുര എന്ന് പറയും. ഹോമപുര ഹോമങ്ങൾ നടക്കുന്ന സ്ഥലം. ഇവിടെ ഈ പൂജാകർമ്മങ്ങളൊക്കെ അതുകൊണ്ട് ചാണകത്തറ മെയിൻറ്റെയിൻ ചെയ്ത് കണ്ടോ. ഇവിടെ മറ്റേ അതുപോലെയല്ല, തറയ്ക്ക് വ്യത്യാസമുണ്ട്. ഓരോ തവണ പൂജ വരുമ്പോൾ വീണ്ടും ചാണകം, എന്താ പശു അതറിയില്ല, ചാണകം മെഴുകിയിട്ട് ഇവിടെ ഭഗവതി സേവ, ഗണപതി ഹോമം ഒക്കെ ഇതിനകത്ത് നടക്കും. ഇപ്പോൾ ഇത് പുകയാണ് ഇവിടുത്തെ ഈ പഴമയുടെ ഏറ്റവും ഗന്ധം ഇവിടെയാണ്. എന്താ വെച്ചാല് ഇനി ഒരു കാര്യം കൂടെ ഉങ്ങൾക്കാണ്, இந்த കുഞ്ഞ് രവിവർമ്മ അവർ വന്ന് அந்த கறிக்கட்டை கொண்டு இந்த ഭിത്തി எல்லாமே கேன்வாஸ் ஆக்கில, அதெல்லாம் இந்த ഭിത്തികൾ. இந்த ഭിത്തികളിലെല്ലാം അവർ ഈ ഭിത്തികളിലാണ് കരിക്കട്ടകൾ കൊണ്ട് ചിത്രങ്ങൾ വരച്ചത്. ചിന്ന വയസ്സിലാണ്. ഇവിടെ വെച്ചാണ് ഞാൻ ഈ പറഞ്ഞ പൂജകളും. ഇപ്പൊ ഇന്നലെ നവരാത്രി കണ്ടോ, മണ്ഡപമൊക്കെ കണ്ടോ, കെട്ടി വിധാനിച്ചിട്ടുണ്ട് നമ്മള്. അപ്പൊ ഇവിടെ എല്ലാവരും കൂടി ഇരിക്കും, പൂജകള്, കുടുംബാംഗങ്ങളൊക്കെ ഇരിക്കും. അതൊരു ഫാമിലി, ഇതെല്ലാം ഫാമിലി ഗ്യാതറിങ്സ് ആക്കി അതൊക്കെ. അത് എല്ലാ ഇതുപോലെയുള്ള കോറിഡോറുകളും ഇതൊക്കെയാണ്. ഞങ്ങളുടെ കാവ് അവിടെയുണ്ട്, വലിയൊരു കാവ്. ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ വലിയൊരു കാവുണ്ട്. இது தொடர்புக்காக தான் இவனை கொடுத்துருக்காங்க சாமி, ராஜா ரவிவர்மா. நான் இங்க அடிக்கடி வர்றதுக்கு ஏதோ ஒரு தொடர்பு இருக்கணும் இல்லையா? அது வந்து இந்த பையனே. ഇത് എതുവേ പ്ലാൻ ഇല്ല സാമി, നിജമാ അങ്ങനത്തെ. അപ്പൊ അതിന് അത് ചില എന്താ പറയാ നമ്മുടെ കയ്യിലല്ല സംഭവിക്കും. நிறைய வீடியோலாம் பார்த்துருக்கேன் சாமி, எல்லாத்துலேயுமே அந்த ஃபங்க்ஷனு மற்றதெல்லாம் ரொம்ப பார்த்துருக்கேன், பாடம். ஸோ உங்களை இந்த இடத்துல இன்னைக்கு பார்த்தது ரொம்ப பாக்கியம் சாமி. ஏன்னா யாருன்னா இல்லைன்னா லாக் ஆயிருக்கும், நாங்கள் வந்து பார்த்துட்டு அப்படியே இதாயிருக்கும். അതെ അതെ, ഞാൻ ലക്കിലി ഇന്ന് ഉണ്ടായിരുന്നു. எனக்கு அது எப்பவுமே இருக்கேன் ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. നവരാത്രി ആയതുകൊണ്ട് അധികം യാത്രകൾ ഉണ്ടായിരുന്നില്ല. കണ്ടിപ്പാ സാർ. അതുകൊണ്ടാണ് ഇന്ന് എന്നെ ഇവിടെ കിട്ടിയത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വരുമ്പോൾ എനിക്കും സന്തോഷം. ഞാനിവിടെ ഉള്ള സമയത്താണല്ലോ നിങ്ങൾ എത്തിയത്. நான் எப்படியா இருந்தாலும் இன்னும் ஒரு குறிப்பிட்ட காலத்துல நம்ம இருக்கிற இடத்துல ராஜா ரவிவர்மாவுக்கு ஒரு கோயில் கட்டலான்னு இருக்கேன் சாமி. நீங்க தான் சாமி வந்து அது கும்பாபிஷேகம் பண்ணி தரணும் சாமி. கண்டிப்பா இது என்னோட அந்த மாதிரி ஒரு நியோகம் இருந்தால் கண்டிப்பா வரும். நீங்க தான் சாமி என்னோட குருநாதருக்கு நீங்க அந்த கோயில் கட்டுறதுக்கு வந்துட்டு கும்பாபிஷேகம் பண்ணி தரணும். உங்க கையால அவரோட இதுக்கு அபிஷேகம் பண்ணி தரணும் சாமி. அது ஒரு மிகப்பெரிய ஆசை இருக்கு எனக்கு. ஏன்னா நான் வந்து ஸ்தபதி கோயில் கட்டுறேன், அந்த ஒர்க்கு தான் நான் பண்ணிட்டு இருந்தேன். அதனால அவருக்காக நான் வந்து ஒரு கோயில் கட்டுறதா நான் ആവട്ടെ, അതെല്ലാം അവർ നടത്തി ഒരു അനദർ ബ്ലെസ്സിംഗ്. എപ്പോഴും നമ്മ പേരിന്റെ മുൻപേ അന്ത പേര്. എന്നോட പേര് വന്ന് രാമവർമ്മ തമ്പുരാൻ. ഓക്കെ, നാം വന്ന പരമ്പര. പക്ഷെ അതൊക്കെ മുന്നേ നിൽക്കുന്ന രണ്ട് പേരുണ്ട്. ഒന്ന് രാജാ രവിവർമ്മ, ഒന്ന് കിളിമാനൂർ പാലസ്. அந்த ரெண்டு நேம்ஸ் அதுக்கு கீழே. അപ്പൊ വേറെവർ ഐ എം ഗോയിങ്, എങ്ക പോയാലും എനിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ എല്ലാം റെസ്പെക്ട്, എല്ലാം എവറിത്തിങ് വൈ ഐ ആം ഗെറ്റിംഗ്, ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഹിം, രാജാരവിവർമ്മ കിളിമാനൂർ പാലസ്. അല്ലെങ്കിൽ നമ്മളെല്ലാം ബിഗ് സീറോസ്, ഒന്നുമേ ഇല്ല. അവരുള്ളത് കൊണ്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് ഇങ്ങനെയെങ്കിലും പോകാൻ പറ്റും. ഇല്ലേനാ ഇല്ല. അവിടെ ഉണ്ണിയപ്പം നാരങ്ങ വെള്ളം. അയ്യോ നാരങ്ങ വേണ്ട വേണ്ട. முன்னாடி சொல்லியிருந்த எல்லாமே நாங்க வரப்ப நீங்க இருந்து இவ்வளவுக்கும் எங்களுக்கு பண்ணி கொடுத்துருக்கீங்க, அது அவரு தான். என்ன சாமி எடுத்துட்டு வரீங்க? விபூதி பிரசாத் அவர் தான். என்னோட சுவாமி ராஜா ரவிவர்மாவோட பாதப்பட்ட இடம் எனக்கு பிரசாதம் சாமி. வெரி வெரி சாமி, வெரி வெரி ரவிவர்மா வெறியன்னு கூட சொல்லலாம்.
நன்றி.